സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലം, സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജകുമാരി എന്ന് വിളിക്കുന്നത് വാനിലയാണ് കേട്ടോ. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. യൂണിവേഴ്സിറ്റി LGS പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ഒക്കെ എല്ലാവർക്കും വന്നു, സന്തോഷം. ഓരോരുത്തരും നല്ല മത്സരത്തിലാണ്. നല്ല മത്സരമൊന്നല്ല, നല്ല മാത്രം ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണ്. എവിടെ നോക്കിയാലും സത്യത്തിൽ ഓരോരുത്തരോടും പറയാണ്, നല്ല രീതിയിൽ പഠിക്കുക, ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ ജോലി കിട്ടും. എല്ലാ പോർഷൻസും ഒരേപോലെ കവർ ചെയ്യാൻ ശ്രമിക്കണേ. നിങ്ങളോട് എനിക്ക് എടുത്തു പറയാനുള്ള ആ ഒരു വാചകമേ ഉള്ളൂ. കാരണം റിവിഷൻ കൊണ്ടുവരണം. 20 മാർക്കോളം കറണ്ട് അഫേഴ്സ് ഉണ്ട് 2023 ഒരുവിധം എല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. 22, 21 അവാർഡുകൾ, വേദികള്, നോബൽ സമ്മാനങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് റിവിഷൻ നടത്തുക. അതുപോലെ സയൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. മാർക്ക് പോവാതെ നോക്കേണ്ടത് സയൻസിലായിരിക്കും. ചിലപ്പം അടിസ്ഥാന ശാസ്ത്രമായാലും അതുപോലെ ആരോഗ്യത്തിന്റെ പൊതു അറിവുകളെ കുറിച്ചായാലും അതുപോലെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ കാര്യങ്ങളും എല്ലാം അങ്ങ് പഠിച്ചു വെച്ചിരിക്കണേ. അതൊക്കെ 5ാം ക്ലാസ് മുതലുള്ള സ്കൂൾ ടെസ്റ്റിൽ ബഹിരാകാശത്തിന്റെ ചാപ്റ്ററുകൾ ഉണ്ടെങ്കിൽ അത് പഠിച്ചാലും മതി. 5, 6, 7, 8 ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളും, പിന്നെ നിങ്ങളുടെ റാങ്ക് ഫയലോ നിങ്ങളുടെ നോട്ടുകളോ ഒക്കെ ഇരിക്കുന്നത് ഒന്ന് ആര്യഭട്ടയെ കുറിച്ചോ അല്ലെങ്കിൽ യൂറി ഗഗാറിൻ അല്ലെങ്കിൽ രാകേഷ് ശർമ്മ അല്ലെങ്കിൽ ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3, മംഗൾയാൻ, ആ ഒരു ഭാഗങ്ങളെല്ലാം കവർ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ കിട്ടുമെന്നതേ, വേറെ ഒന്നും വേണ്ട. പിന്നെ പഴയതൊക്കെ ഒന്ന് റിവിഷൻ നടത്താൻ നോക്കുക. ഒരുവിധം എല്ലാം ബേസ് ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരുന്നത്. പിന്നെ സ്റ്റേറ്റ്മെന്റ് കുറച്ച് ഏതെങ്കിലും വരും. പിന്നെ പ്രധാനം നിങ്ങൾക്ക് ചിലപ്പം കൂടുതലും ജോഡി ഉണ്ടാക്കാനായിരിക്കും തരുന്നത്. ജോഡിയിൽ തെറ്റേത്, ഏതെങ്കിലും സംഘടനകൾ തന്നത് തെറ്റായ ജോഡി ചെയ്ത്, അല്ലെങ്കിൽ പത്രങ്ങൾ തന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ തന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജോഡിയിൽ തെറ്റായത്, അങ്ങനെയൊക്കെ കുറെ ചോദിക്കും. അപ്പോൾ അതിൽ ഒരെണ്ണം ആയിരിക്കത്തില്ല, 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി, അങ്ങനെയൊക്കെ. അതിന്റെ ഒരു പ്രാക്ടീസ് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ട് ഹാളിൽ ഇരിക്കാവൂ കേട്ടോ. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓരോ ദിവസവും ഇന്ന് ഏതാണ് കൂടുതൽ പഠിക്കേണ്ടത്, മാത്സിന് ഇന്ന ഭാഷ പോർഷൻസ് കവർ ചെയ്തോ, ലാഭശതമാനം, ശരാശരി, അതുപോലെ ട്രെയിനിന്റെ കണക്ക്, ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് മാക്സിമം കവർ ചെയ്യുക. പിന്നെ പഴയ ഈ അടുത്ത കാലങ്ങളിൽ വന്ന പ്രിലിംസ് പേപ്പറിലെ ചോദ്യങ്ങൾ ഒന്ന് കവർ ചെയ്യണേ. അപ്പൊ ഈ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ ഒരു 2-3 വർഷമായിട്ട് ചോദിക്കുന്ന പ്രിലിംസിന്റെതും LGSന്റെതും അങ്ങനെയുള്ള കുറെ കൊച്ചു ക്വസ്റ്റ്യനുകളുടെ പ്രാക്ടീസ് ഒന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ അതിന്റെ ഒരു വേറൊരു ടൈപ്പ് മോഡൽ തന്നെയാണെങ്കിലും ചെയ്യാൻ ഒരു സിമ്പിൾ ആയിരിക്കും കേട്ടോ. പലരും LGSൽ ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്നത് പലർക്കും ഈ മാത്സിലാണ്. കാരണം പലർക്കും എന്ന് പറഞ്ഞാൽ മാത്സ് അത്ര എളുപ്പമുള്ളവർക്കല്ല, മാത്സിന് അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കാതിരുന്ന് എപ്പോഴും വായിക്കും. മാത്സിന് ഹെവി ഇമ്പോർട്ടന്റ് കൊടുക്കണമെന്നല്ല, ഒരു ദിവസം ഒരു 1-2 മണിക്കൂർ മാറ്റി വെക്ക്. ബാക്കി ഇത്രയും നേരം GKക്ക് നിങ്ങൾ മാറ്റി വെക്കുന്നല്ലോ. അപ്പൊ എന്നും അതിനും കൂടെ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് അത് സിമ്പിൾ ആവും. ഇനിയാണ് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. മെന്റൽ എബിലിറ്റി ആയാലും ഒരു പ്രാക്ടീസ് ചെയ്യും കേട്ടോ. പ്രാക്ടീസ് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻ കണ്ട് ശീലിക്കുകയും അത് അറിയാമെന്ന രീതിക്കല്ല, ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ ഇന്ന് കുറച്ച് റിവിഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, പത്തനംതിട്ട ജില്ലയിലെ ഏത് ഗ്രാമമാണ് ഇനി മുതൽ കഥകളി ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നത്? നമ്മൾ കേട്ടിട്ടുള്ള അല്ലെ, കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ഇന്ന് തരുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഏത് ഗ്രാമമാണ് ഇനി മുതൽ കഥകളി ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നാണ്. ഉത്തരം അറിയാം, അയിരൂര് അല്ലെ. നമ്മൾ നേരത്തെ കറണ്ട് അഫേഴ്സിൽ പഠിച്ചതാണ്. അയിരൂരാണ് കഥകളി അല്ലെ. കഥകളിയുടെ മറ്റൊരു പേരെന്തൊക്കെയാണ്? ടോട്ടൽ തിയേറ്റർ എന്ന് വിളിക്കുന്നത്, വെട്ടത്ത് സമ്പ്രദായം എന്ന് വിളിക്കുന്നത് കഥകളി അല്ലേ. ടോട്ടൽ തിയേറ്റർ എന്നും വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. പാവപ്പെട്ടവന്റെ കഥകളി എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ഓട്ടംതുള്ളൽ. പാവപ്പെട്ടവന്റെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടംതുള്ളലിനെയാണ് അല്ലെ. ഓട്ടംതുള്ളലിന്റെ പിതാവാര? നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാണ് ഓട്ടംതുള്ളൽ കൊണ്ടുവന്നതെന്നൊക്കെ അറിയാം. കുഞ്ചൻ നമ്പ്യാരല്ലേ കവിത ചാട്ടവാറാക്കിയ കവി, ജനകീയ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് പാലക്കാട് ജില്ലയിലെ അല്ലെ. പാലക്കാട് ജില്ലയിലെ ലക്കിടി പഞ്ചായത്തിലെ കിള്ളിക്കുറിശി മംഗലത്തിലെ കലക്കത്ത് ഭവനത്താണ് ആര് ജനിക്കുന്നത്? കുഞ്ചൻ നമ്പ്യാർ ജനിക്കുന്നത്. കുഞ്ചൻ ദിനം മെയ് 5 ആണ് കേട്ടോ. കുഞ്ചൻ ദിനം എന്നാണ് മെയ് 5 ആണ് കുഞ്ചൻ ദിനം എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് തുള്ളൽ കൃതി അവതരിപ്പിച്ചത് അമ്പലപ്പുഴയിലാണ് കേട്ടോ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണെന്നറിയാമോ? കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ തുള്ളൽ കൃതി. പേപ്പട്ടി കടിച്ച് മരിച്ച മലയാള കവിയാരെന്ന് ചോദിച്ചാലും
കുഞ്ചൻ നമ്പ്യാരാ പറയേണ്ടത്. പേപ്പട്ടി കടിച്ചു മരിച്ചു. അപ്പൊ പാലക്കാട് ജില്ലയിലെ ലക്കിടിയിലാണ് അദ്ദേഹം ജനിച്ചത്. ലക്കിടി വേറൊന്നും ഉണ്ടല്ലോ നമുക്ക്. ലക്കിടി വയനാട് ജില്ലയിലും ലക്കിടി ഉണ്ട്. എന്താ കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്ന് വിളിക്കുന്നത്? കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്ന് വിളിക്കുന്നത് ഏതാണ്? വയനാട് ജില്ലയിലെ ലക്കിടിയാണ് കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത്. ചിറാപ്പുഞ്ചി നമ്മുടെ മേഘാലയയിലെ സ്ഥലമല്ലേ? ചിറാപ്പുഞ്ചിയുടെ പുതിയ പേരാ സൊഹറ എന്ന് വിളിക്കുന്നത്. സൊഹറ അല്ലെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന രണ്ടാമത്തെ സ്ഥലമാണ് ചിറാപ്പുഞ്ചി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒന്നാമത്തെ സ്ഥലം ഏതെന്ന് വെച്ചാൽ മേഘാലയയിലെ മൗസിൻഡ്രമാണ് അല്ലെ? മേഘാലയയിലെ മൗസിൻഡ്രമാണ്. കാസി കുന്നുകളിലാണ്, മേഘാലയയിലെ കാസി കുന്നുകളിലാണ് ഈ മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് നല്ലൊരു ക്വസ്റ്റ്യനാ. കാസി കാരോ കുന്നുകൾ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? കാസി കാരോ കുന്നുകൾ എവിടെ എന്ന് ചോദിച്ചാൽ മേഘാലയയിലാണ് നമ്മൾ പറയേണ്ടത്. മേഘാലയയുടെ തലസ്ഥാനം ഏതാ? മേഘാലയയുടെ തലസ്ഥാനം ഷില്ലോങ്. മേഘാലയയുടെ തലസ്ഥാനം ഏതാണ്? ഷില്ലോങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലല്ലേ ഇന്ത്യയിലെ ഏറ്റവും പഴയ അർദ്ധ സൈനിക വിഭാഗമായ ആസ റൈഫിൾസിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ? ഇന്ത്യയിലെ ഏറ്റവും പഴയ അർദ്ധ സൈനിക വിഭാഗമാണ് ആസ റൈഫിൾസ്. ആസ റൈഫിൾസിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലാണ്. അപ്പൊ കാസി കാരോ കുന്നുകൾ എവിടെയാണ്? മേഘാലയയിലാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ, ഈ കുക്കീസ് കലാപം നടക്കുന്നത് എവിടെയാണ്? കുക്കീസ് ആദിവാസി വിഭാഗം കുക്കീസ് കലാപമൊക്കെ മണിപ്പൂരാണ്. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്നത് മണിപ്പൂരാണ്. ഇന്ത്യയുടെ രത്നം എന്ന് വിളിക്കുന്നത് മണിപ്പൂർ. ആരങ്ങനെ വിളിച്ചത്? ജവഹർലാൽ നെഹ്റു. അപ്പൊ ഇന്ത്യയുടെ രത്നം എന്ന് മണിപ്പൂരിനെ വിളിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. മണിപ്പൂരിലെ പ്രധാനപ്പെട്ട ഒരു തടാകം മറന്നു പോരുത്, ലോക്താക് തടാകം. ചോദിച്ചിട്ടുണ്ട്. ലോക്താക് തടാകമാണ്. അതായത് ഇന്ത്യയിലെ ഒഴുകുന്ന ഒരേ ഒരു ദേശീയ പാർക്കായ കെയ്ബുൾ ലങ്ജാവോ ഏത് തടാകത്തിൽ എന്ന് ചോദിച്ചിട്ടില്ലേ? ഇന്ത്യയിലെ ഒരു ഒഴുകുന്ന ദേശീയ പാർക്കായ കെയ്ബുൾ ലങ്ജാവോ ഈ ലോക്താക് തടാകത്തിലാണ്. മറന്നുപോലെ മണിപ്പൂർ ജില്ലയിലാണ്. 3 വശവും മലകളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയിലെ തടാകം ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? 3 വശവും മലകളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയുടെ തടാകം ഏതെന്ന് ചോദിച്ചാലും ലോക്താക് തടാകമാണ്. അപ്പൊ ലോക്താക് തടാകം എവിടെയാണ്? മണിപ്പൂരാണ് ലോക്താക് തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം ഒഡീഷയിലാണ്. ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഊളാർ തടാകം, ജമ്മു കാശ്മീർ. 2ാം സ്ഥാനത്ത് കൊല്ലേരു, ആന്ധ്രാപ്രദേശാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഊളാർ തടാകം, ജമ്മു കാശ്മീരിലാണ്. കൊല്ലേരു എവിടെയാണ്? കൊല്ലേരു ആന്ധ്രാപ്രദേശിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ കായല് വേമ്പനാട്ട് കായലാണ് അല്ലെ? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ അല്ലെ റാംസാർ പട്ടികയിൽ ഇടം നേടിയ ആദ്യ കായൽ ആണ്. റാംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്ന് 3 കായൽ ഇടം നേടിയിട്ടുണ്ട്. ഏതൊക്കെയാ? വേമ്പനാട്ട് കായല്, അഷ്ടമുടി കായല്, ശാസ്താംകോട്ട കായൽ. 2002 വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ റാംസാർ പട്ടികയിൽ ഇടം നേടിയത്. എന്താണ് തണ്ണീർത്തട ദിനം? തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 അല്ലെ? ഞാൻ ഇടവിട്ട് ഓരോന്ന് റിവിഷനും കൂടെ നടത്തുന്ന, കേട്ടോണ്ടങ്ങിരിക്കും. ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് അതെല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയാണ്. എന്നാ തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 4 ഏത് ദിനമാ? ക്യാൻസർ ദിനം. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമാണെങ്കിൽ ഫെബ്രുവരി 4 ഏതാണ്? ക്യാൻസർ ദിനമാണ്. ഫെബ്രുവരി 9 സെൻസസ് ദിനമാണ്. ഫെബ്രുവരി 9 സെൻസസ് ദിനമാണ്. ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് സെൻസസ്? യൂണിയൻ ലിസ്റ്റിലാണ് കേട്ടോ. സെൻസസ്, പ്രതിരോധം, ഇതൊക്കെ ഇൻഷുറൻസ്, ബാങ്കിങ്, ഇതൊക്കെ യൂണിയൻ ലിസ്റ്റിലാണ്. അപ്പം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് സെൻസസ്? സെൻസസ് യൂണിയൻ ലിസ്റ്റിലാണ്. സെൻസസ് ദിനം എന്താണ്? സെൻസസ് ദിനം ഫെബ്രുവരി 9 ആണ്. അപ്പൊ ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം, ഫെബ്രുവരി 4 ക്യാൻസർ ദിനം, ഫെബ്രുവരി 9 സെൻസസ് ദിനമാണ്. ഫെബ്രുവരി 13 ഏത് ദിനമാണ്? ഫെബ്രുവരി 13 ഇന്ത്യൻ വനിതാ ദിനം. സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ്. ഇന്ത്യൻ വനിതാ ദിനമായിട്ട് ഫെബ്രുവരി 13 പറയുന്നത് കേട്ടോ. ഫെബ്രുവരി 21 അറിയാമോ? ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമാണ്. ഫെബ്രുവരി 13 വേറൊന്നും കൂടെ ഉണ്ട് കേട്ടോ. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13 ആണ്. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. ഇന്ത്യൻ മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21 ആണ്. ഫെബ്രുവരി 28 അല്ലേ ശാസ്ത്ര ദിനം? നമ്മുടെ CV രാമന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട ശാസ്ത്ര ദിനം വരുന്നത് ഫെബ്രുവരി 28 ആണ്. ഏത് സംസ്ഥാനത്തുകാരനാ CV രാമൻ? CV രാമൻ, വിശ്വനാഥൻ ആനന്ദ്, APJ അബ്ദുൽ കലാം, ഡോക്ടർ S രാധാകൃഷ്ണൻ, MS സുബലക്ഷ്മി, ഇവരൊക്കെ ഏറ്റവും പ്രധാനമായിട്ടും തമിഴ്നാടുകാരനാണ് അല്ലെ? CV രാമൻ തമിഴ്നാട്ടിലാണ് ജനിച്ചത്. ഡോക്ടർ S രാധാകൃഷ്ണൻ
രാധാകൃഷ്ണൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ്. എവിടെ അദ്ദേഹം ജനിച്ചത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെ തിരുത്തണിയിൽ ജനിച്ച ഇന്ത്യയുടെ പ്രസിഡന്റ് ആരെന്ന് വെച്ചിട്ടില്ലേ? ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റായ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അദ്ദേഹമാണ് തത്വചിന്തകനായ രാഷ്ട്രപതി. മറന്നുപോരുതേ, തത്വചിന്തകനായ രാഷ്ട്രപതി ആരെന്ന് വെച്ചാൽ അദ്ദേഹമാണ്. ആരാ? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് തത്വചിന്തകനായ രാഷ്ട്രപതി. അപ്പൊ പത്തനംതിട്ട ജില്ലയിലെ ഏത് ഗ്രാമമാണ് ഇനി മുതൽ കഥകളി ഗ്രാമം എന്ന് വിളിക്കുന്നത്? അയിരൂരാണ്. പത്തനംതിട്ട ജില്ലയിലല്ലേ ഇവിടെ പ്രധാനപ്പെട്ട പെരുന്തേനരുവി വെള്ളച്ചാട്ടം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിലാണ്. പമ്പാ നദിയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നതും ബാരിസ് എന്നറിയപ്പെടുന്നതും തിരുവിതാംകൂറിന്റെ ജീവൻനാടി എന്നറിയപ്പെടുന്നതും പമ്പയാണ്. പമ്പയുടെ നീളം എത്രയാണ്? 179. പമ്പയുടെ നീളം എത്ര എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാ തുടങ്ങുന്നത്? പുളിച്ചിമലയിൽ നിന്നും തുടങ്ങിയിട്ട് അല്ലെ, ഇടുക്കിയിലെ പുളിച്ചിമലയിൽ നിന്നും തുടങ്ങി വേമ്പനാട്ട് കായലിലാണ് പമ്പ പതിക്കുന്നത് കേട്ടോ. വേമ്പനാട്ട് കായൽ നമ്മുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പാ നദിയിലാണ് കേട്ടോ. ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ? ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതി കേട്ടോ. അത് നമ്മുടെ പമ്പാ നദിയിലാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും പമ്പയിലെയും കക്കിയിലെയും വെള്ളമാണ് അവിടെ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പമ്പയിലെയും കക്കിയിലെയും കേട്ടോ, അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട, പൂന്തേനരുവി വെള്ളച്ചാട്ടം ഇടുക്കിയിലാണ്. പൂന്തേനരുവി വെള്ളച്ചാട്ടം ഇടുക്കി. പാലരുവി വെള്ളച്ചാട്ടം എവിടെയാണ്? പാലരുവി വെള്ളച്ചാട്ടം എവിടെയെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിലാണ്. അപ്പൊ പാലരുവി കൊല്ലം, പെരുന്തേനരുവി പത്തനംതിട്ട, പൂന്തേനരുവി എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം എവിടെയാ? തുഷാരഗിരി വെള്ളച്ചാട്ടം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് കോഴിക്കോടാണ്. കോഴിക്കോട്. തൊമ്മൻകുത്ത്, തേന്മാരിക്കുഞ്ഞ് വെള്ളച്ചാട്ടങ്ങളൊക്കെ എവിടെയാ? അത് ഇടുക്കി ജില്ലയിലാണ് അല്ലെ. തൊമ്മൻകുത്തും തേന്മാരിക്കുഞ്ഞും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇടുക്കി ജില്ലയിലാണ് അല്ലെ. അരിപ്പ പക്ഷി സങ്കേത കേന്ദ്രം എവിടെയാ? അരിപ്പ പക്ഷി സങ്കേത കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലാണ്. കുമരകം എവിടെയാ? കുമരകം കോട്ടയം ജില്ലയിലാണ്. കുമരകം ഏത് കായലിലാ? കുമരകം വേമ്പനാട്ട് കായലിലാ. കുമരകം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാ? വേമ്പനാട്ട് കായലിലാ. കുമരകം, തണ്ണീർമുക്കം ബണ്ട്, പാതിരാമണൽ ദ്വീപ്, തോട്ടപ്പള്ളി സ്വിൽബേ, ഇതൊക്കെ വൈക്കം ക്ഷേത്രം, ഇതൊക്കെ ഏത് നദി ഏതിന്റെ കായലിന്റെ അടുത്താണ്? വേമ്പനാട്ട് കായലിന്റെ അടുത്താണ്. മറന്നുപോരുതേ. വേമ്പനാട്ട് കായൽ എത്ര ജില്ലകളിലൂടെ ഉണ്ട്? വേമ്പനാട്ട് കായൽ കേരളത്തിൽ എത്ര ജില്ലകളിലൂടെ പോകുന്നു? വേമ്പനാട്ട് കായൽ 3 ജില്ലകളിലൂടെ പോകുന്നു. ഏതൊക്കെയാ? 1 ആലപ്പുഴ, 2 കോട്ടയം, 3 എറണാകുളം. അപ്പൊ വേമ്പനാട്ട് കായൽ കേരളത്തിൽ ഏതൊക്കെ ജില്ലകളിലൂടെ പോകുന്നത്? 1 ആലപ്പുഴ, 2 കോട്ടയം, 3 എറണാകുളം ജില്ലയിലൂടെയാണ് വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടാണ്. ഏറ്റവും ആഴം കൂടിയ കായലാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായൽ ഏറ്റവും ആഴം കൂടിയ കായൽ. വേമ്പനാട്ട് കായലിന്റെ സബ് കായലായ പുന്നമട കായലല്ലേ നെഹ്റു ട്രോഫി വള്ളംകളി തുടങ്ങിയത്? ആണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായൽ. എന്താണ് നെഹ്റു ട്രോഫി വള്ളംകളി? 1952. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് വർഷമാണ്? 1952 അല്ലെ. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് ആദ്യകാല നാമം. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടേത് അല്ലെ. അതുപോലെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി അഷ്ടമുടിക്കായലിലാണ് നടക്കുന്നത്. വെള്ളായണി കായലിൽ നടക്കുന്ന ഏതാണ്? വെള്ളായണി കായലിൽ നടക്കുന്ന വള്ളംകളി അത് നമ്മുടെ അയ്യങ്കാളി ട്രോഫി ജലോത്സവം. അയ്യങ്കാളി ട്രോഫി വള്ളംകളി വെള്ളായണി കായലിലാണ്. പമ്പാ നദിയിൽ നടക്കുന്നത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ചമ്പക്കുളം മൂലം വള്ളംകളിയും അല്ലെ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും ചമ്പക്കുളം മൂലം വള്ളംകളിയും പമ്പാ നദിയിലാണ് നടക്കുന്നത്. ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യം ഏതെന്ന് ചോദിച്ചാൽ ഈ വള്ളംകളി സീസണിലെ ആദ്യ വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് കേട്ടോ. ആദ്യ വള്ളംകളി ഏതാണ്? ചമ്പക്കുളം മൂലം വള്ളംകളിയാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടം ഏതാണ്? പെരുന്തേനരുവി വെള്ളച്ചാട്ടം. പിന്നെ ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം പത്തനംതിട്ട ജില്ലയിലാണ്. ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം. അതുപോലെ മരാമൻ കൺവെൻഷൻ നടക്കുന്നത് പത്തനംതിട്ട പമ്പാ നദി. ഹിന്ദുമത ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം പത്തനംതിട്ട ജില്ലയിലല്ലേ നടക്കുന്നത്. ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ടയാണ്. ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ. ഈ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് അല്ലെ. കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? തിരുവല്ലയിൽ 1987 അല്ലെ. ഇന്ത്യയിൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ഏത് വർഷമാ? 86 ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് 86 ചെന്നൈയില്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് 87 എവിടെയാണ്? തിരുവല്ലയിലാണ്, പത്തനംതിട്ട. ലോകത്ത് ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ്, 81 കേട്ടോ. 81 ലോകത്ത് ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. എയ്ഡ്സ് ദിനം എന്നാണ്? എയ്ഡ്സ് ദിനം ഡിസംബർ 1. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. ഡിസംബർ 2 കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. ഡിസംബർ
ഡിസംബർ 2 ഏത് ദിനം? കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. ഡിസംബർ 4 നാവികസേനാ ദിനമാണ്. ഡിസംബർ 4 ഏത് ദിനം? നാവികസേനാ ദിനം. ഡിസംബർ 5 മണ്ണു ദിനം. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലെ? ഡിസംബർ 5 മണ്ണു ദിനം. ഡിസംബർ 6 ഏത് ദിനമാണ്? ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസ്. BR അംബേദ്കറുടെ ചരമദിനമായ മഹാപരിനിർവാൺ ദിവസ് ആണ് ഡിസംബർ 6 പറയേണ്ടത്. ഡിസംബർ 7 പതാക ദിനമാണ്. പതാക ദിനം എന്നാണ് ഡിസംബർ 7. ഡിസംബർ 10 ഏതാണ്? മനുഷ്യാവകാശ ദിനവും നോബൽ പ്രൈസ് ദിനവും. മനുഷ്യാവകാശ ദിനവും നോബൽ പ്രൈസ് ദിനവും ഡിസംബർ 10 ആണ്. മറന്നുപോലെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. എന്നാണ് UN മനുഷ്യാവകാശ പ്രഖ്യാപനം? ഇതൊക്കെ LGS ചോദ്യങ്ങളാണ് കേട്ടോ. UN മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന 1948 ഡിസംബർ 10. അതാണ് ഈ ഡിസംബർ 10 ആണ് മനുഷ്യാവകാശ ദിനമായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ എന്നാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം? 1948 ഡിസംബർ 10 ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഡിസംബർ 11 പർവ്വത ദിനം കേട്ടോ. പർവ്വത ദിനം ഡിസംബർ 11. ഓറോളജി കേട്ടിട്ടുണ്ടോ? പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഓറോളജി. ഓറോളജി പർവ്വതങ്ങൾ. നദികളെ കുറിച്ചുള്ള പഠനം അറിയാമോ? പോട്ടമോളജി. പോട്ടമോളജി നദികളെ കുറിച്ചുള്ളത്. പോമോളജി എന്താണ്? പോമോളജി പഴങ്ങളെ കുറിച്ചുള്ള പഠനം. അപ്പൊ പോട്ടമോളജി നദികളെ കുറിച്ചുള്ളത്, പോമോളജി പഴങ്ങളെ കുറിച്ചുള്ളത്, ഓറോളജി ഏതായിരുന്നു? ഓറോളജി പർവ്വതങ്ങളെ കുറിച്ചുള്ളതാണ്. അപ്പൊ പോട്ടമോളജി പർവ്വതങ്ങൾ, പോമോളജി പഴങ്ങൾ. പോമോളജി ഏതായിരുന്നു? പഴങ്ങൾ. അപ്പൊ പോട്ടമോളജി എന്താണ്? നദികളെ കുറിച്ചുള്ള പഠനം. അപ്പൊ ഒന്നും കൂടെ, ഓറോളജി പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം, പോട്ടമോളജി പോട്ടമോളജി നദികളെ കുറിച്ചുള്ള പഠനം, പോമോളജി പഴങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പോമോളജി എന്ന് വിളിക്കുന്നത്. ലിംനോളജി എന്ന് കേട്ടിട്ടുണ്ടോ? ലിംനോളജി തടാകങ്ങള്, ശുദ്ധജലം, ഇതൊക്കെ ലിംനോളജിയാണ്. തടാകങ്ങളെ കുറിച്ചുള്ള പഠനം ലിംനോളജിയാണ്. ശുദ്ധജലത്തെ കുറിച്ചുള്ള പഠനം ലിംനോളജിയാണ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യം ആയോള് അല്ലെ? പത്തനംതിട്ട ജില്ലയിലെ ഏത് ഗ്രാമമാണ് കഥകളി ഗ്രാമം? അയിരൂരാണ്. കഥകളി. കഥകളിയുടെ മറ്റൊരു പേര് പറഞ്ഞ് ടോട്ടൽ തിയേറ്റർ എന്നും വെട്ടത്ത് സമ്പ്രദായം എന്ന് വിളിക്കുന്നു. കഥകളിയുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? ഹസ്തലക്ഷണ ദീപികയാണ് ഹരത്. കഥകളിയുടെ ആദ്യകാല നാമം എന്താ? രാമനാട്ടം. രാമനാട്ടത്തിന്റെ പിതാവാര? കൊട്ടാരക്കര തമ്പുരാൻ. പക്ഷെ കഥകളിയുടെ പിതാവാര? കോട്ടയം തമ്പുരാൻ. രാമനാട്ടത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ കൊട്ടാരക്കര തമ്പുരാനും, കഥകളിയുടെ പിതാവാരെന്ന് ചോദിച്ചാൽ കോട്ടയം തമ്പുരാനാണ് പറയേണ്ടത്. പണ്ട് കലാമണ്ഡലം ഗോപി, കോട്ടക്കൽ ഗോപിനാഥ്, ഇതൊക്കെ കഥകളിയുമായി ബന്ധപ്പെട്ട പ്രശസ്ത വ്യക്തികളാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഏതെന്ന് ചോദിച്ചാല് നമ്മൾ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് വന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് എവിടെയെന്നാ ചോദിച്ചിരിക്കുന്നത്. അത് ചോദിച്ചാൽ ഇടുക്കിയിലാണ് കേട്ടോ. മുട്ടത്തുള്ള തുടങ്ങനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യത്തേത്. അല്ലാതെ സ്പൈസസ് പാർക്ക് എവിടെ? കേരളത്തിൽ സ്പൈസസ് പാർക്ക് അത് നമുക്ക് പുറ്റടി എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലെ. നിങ്ങളോട് എടുത്തു ചോദിക്കും സംസ്ഥാന സർക്കാരിന്റെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് എവിടെയാണ്? ഇടുക്കിയിലെ തുടങ്ങനാട്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാ? ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ജില്ലയിലാണ് അല്ലെ. കോഴിക്കോട്. സുഗന്ധ ഭവന്റെ ആസ്ഥാനം എവിടെയാ? സുഗന്ധ ഭവൻ കൊച്ചിയിലാണ്. അപ്പൊ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടും സുഗന്ധ ഭവന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയിലാണ് നമ്മൾ പറയേണ്ടത്. ഓർത്തു വെച്ചിരിക്കണേ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളകും റാണി ഏലവുമാണ്. രാജകുമാരി വാനിലയുമാണ്. അപ്പൊ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലം, സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജകുമാരി എന്ന് വിളിക്കുന്നത് വാനിലയാണ് കേട്ടോ. വാനിലയുടെ ജന്മദേശം മെക്സിക്കോയിലാണ്. വാനിലയുടെ ജന്മദേശം എവിടെയാണ്? മെക്സിക്കോയിലാണ്. അപ്പൊ ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ. തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാ? അത് തോട്ടവിള കാസർഗോഡ് കുടിലു അല്ലെ. കാസർഗോഡ് കുടിലു. കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ശ്രീകാര്യം. ശ്രീകാര്യം. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറത്ത് ആനക്കയവും തൃശ്ശൂരും മാടക്കത്രയും. രണ്ടെണ്ണം ഉണ്ട് അല്ലെ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറം ആനക്കയം, തൃശ്ശൂരിലെ മാടക്കത്രയുമാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം വയനാട് ജില്ലയിലെ അമ്പലവയൽ. കാപ്പി ഗവേഷണ കേന്ദ്രം വയനാട് ജില്ലയിലെ ചൂണ്ടേൽ. ചൂണ്ടേൽ. വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം എവിടെയാ? ഇടുക്കി ജില്ലയിലെ വട്ടവട അല്ലെ. വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം എവിടെയാ? ഇടുക്കി ജില്ലയിലെ വട്ടവട. കേരളത്തിൽ ഗോതമ്പ് കൃഷിയുള്ള ഏക സ്ഥലവും വട്ടവടയാണ്. ഗോതമ്പ് കൃഷിയുള്ള ഏക സ്ഥലം ചോദിച്ചാലും വട്ടവടയാണ് അല്ലെ. അപ്പൊ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. എള്ള് ഗവേഷണ കേന്ദ്രം എവിടെ? എള്ള് ഓണാട്ടുകര. എള്ള് ഗവേഷണ കേന്ദ്രം എവിടെ? ഓണാട്ടുകര. ഏലം ഗവേഷണ കേന്ദ്രം രണ്ടെണ്ണം ഇല്ലേ നമുക്ക്? രണ്ടെണ്ണം. ദേശീയ ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ, സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ. ദേശീയ ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ, സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ. നമുക്കൊരു
പാമ്പാടും ചോലയുണ്ടല്ലോ. എന്താ പാമ്പാടും ചോല? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ പാർക്ക്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ പാർക്ക് പാമ്പാടും ചോലയാണ്. ഏറ്റവും വലുത് ഏതാ? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഏതാണ്? ഇരവികുളമാണ്. 1978 വന്ന ഇരവികുളം ദേശീയ പാർക്ക്. ഇതിനകത്തല്ലേ ആനമുടിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയ പാർക്കില്. ആനമുടി ദേവികുളം താലൂക്കില് മൂന്നാർ പഞ്ചായത്ത്, മറന്നുപോരുത്. ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത്, ഇരവികുളം ദേശീയ പാർക്കിനകത്ത്. അപ്പൊ ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഇരവികുളം, ഏറ്റവും ചെറിയ ദേശീയ പാർക്ക് ഏതാണ്? പാമ്പാടും ചോല. ഏറ്റവും വലിയ ജില്ല ഇടുക്കിയല്ലേ? ആണ്. ഈ പാലക്കാടിനെ കടത്തി വെട്ടിക്കൊണ്ട് ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. അതായത് എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭാഗം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയിലോട്ട് ചേർത്തപ്പോഴാണ് ഒന്നാം സ്ഥാനം ആർക്ക് കിട്ടുന്നത്? ഇടുക്കി ജില്ലയിൽ. അപ്പൊ ഏറ്റവും വലിയ ജില്ല ഇപ്പൊ ആരാണ്? ഇടുക്കി. ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല ഏതാ? ജനസംഖ്യയുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മലപ്പുറമാണ്. ജനസാന്ദ്രത കൂടുതൽ തിരുവനന്തപുരത്തിനാണ്. അപ്പൊ ജനസംഖ്യ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഈ മലപ്പുറം. ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും ജനസാന്ദ്രത കൂടുതൽ ആർക്കാ? തിരുവനന്തപുരത്താണ്. ഒന്ന് പഠിച്ചേ. അടുത്തത് ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് പുറ്റടിയിലാണ് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച കോട്ടക്കൽ ഗോപി നായർ ഏത് കലയുമായി ബന്ധപ്പെടുന്നു? ഏതാണ്? കഥകളിയുമായി ബന്ധപ്പെടുന്നതാണ്. മറന്നുപോരുത്, കഥകളിയുമായി. കേരളത്തിന്റെ ഔദ്യോഗിക നൃത്തം കഥകളിയാണോ? അല്ല. കേരളത്തിന്റെ ഔദ്യോഗിക നൃത്തം മോഹിനിയാട്ടമാണ്, അല്ലേ? മോഹിനിയാട്ടം. ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്തം ഏതാ? ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്തം ഭരതനാട്യമാണ്. കേരളത്തിൻ്റെത് മോഹിനിയാട്ടം, ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്തം ഏതാണ്? ഭരതനാട്യമാണ്. തമിഴ്നാടിന്റെ ഔദ്യോഗിക നൃത്തവും ഭരതനാട്യമാണ്. യക്ഷഗാനം എവിടെയാ? യക്ഷഗാനം കർണാടക. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. യക്ഷഗാനം കർണാടക, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. തമാശ എന്ന നൃത്തരൂപം എവിടെയാണെന്ന് അറിയാമോ? മഹാരാഷ്ട്രയില. തമാശ എവിടെയാണ്? മഹാരാഷ്ട്രയിലെ. ബിഹു എവിടെയാണെന്ന് അറിയാമോ? ബിഹു ആസാം. ബിഹു എന്നത് ആചാരം ആസാമിലാണ്. അതുപോലെ ഗർഭ ഗുജറാത്ത്. ഗർഭ ഗുജറാത്ത്. ബിഹു ആസാം. ആസാമിൽ 2-3 ഉണ്ട്. ബിഹു, അനകിയ നട്, സാത്രിയ. ബിഹു, അനകിയ നട്, സാത്രിയ എന്നിവയൊക്കെ എവിടെയാണ്? ആസാമിലാണ് നമ്മൾ പറയേണ്ടത്. അനകിയ നടക്ക് ആസാമിലാണ്. ഗർഭ എവിടെയാ? ഗർഭ ഗുജറാത്ത്. ബംഗ്ര എവിടെയാ? ബംഗ്ര പഞ്ചാബിലാണ്. ബംഗ്ര എന്ന നൃത്തം എവിടെയാ? പഞ്ചാബ്. നൃത്തങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് ബംഗ്രയാണ്. നൃത്തങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് ബംഗ്രയാണ്. ക്ലാസിക്കൽ നൃത്ത പദവി ലഭിച്ച എത്ര നൃത്തങ്ങളുണ്ട് നമുക്ക്? ക്ലാസിക്കൽ നൃത്ത പദവി 8 എണ്ണത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ 6 എണ്ണമേ ഉള്ളൂ. അപ്പൊ അത് തിരിഞ്ഞു പോരുത്. ക്ലാസിക്കൽ നൃത്ത പദവി ലഭിച്ച എത്ര നൃത്തങ്ങൾ ഇന്ത്യയിലുണ്ട്? 8 നൃത്തങ്ങളുണ്ട്. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച എത്ര ഭാഷകളാണ്? 6 ഭാഷകൾ. ഏറ്റവും അവസാനമായി കിട്ടിയത് ഒഡിയ ഭാഷയ്ക്കാണ്. ഒഡിയ 5ാം സ്ഥാനത്താണ് നമ്മളെ മലയാളത്തിന് കിട്ടിയിരിക്കുന്നത്. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവിയിൽ 5ാമത്, 6ാമത് ഒഡിയയ്ക്കാണ്. ഒഡിയ നൃത്തരൂപത്തിന് ഒരു വിശേഷണമുണ്ട് കേട്ടോ. ഒഡിയ ഏതാണെന്നറിയാമോ? ഒഡിയ അല്ല, ഒഡീസി നൃത്തം. എന്താണ്? ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഒഡീസിയാണ്. ചലിക്കുന്ന കാവ്യം ഏതാണെന്നറിയാമോ? ഭരതനാട്യമാണ്. തെറ്റിപ്പോരുത്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തം ഏത്? ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തം ഒഡീസി. ചലിക്കുന്ന കാവ്യം ഏതാണ്? ചലിക്കുന്ന കാവ്യം ഭരതനാട്യം. ഏത് സംസ്ഥാനത്താ ഭരതനാട്യം? തമിഴ്നാട്ടിലാണ്. അവിടെ നവോദയ വിദ്യാലയങ്ങളുണ്ടോ? ഇല്ല. നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്ടിലാണ്. വിവരാവകാശ നിയമം ആദ്യം വന്നതും തമിഴ്നാട്ടിലാണ്, അല്ലെ? വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്ടിലാണ്. എന്നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്? 2005 ഒക്ടോബർ 12. മറന്നുപോരുത്, 2005 ഒക്ടോബർ 12-നാണ്. ഓക്കെ. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. യുനെസ്കോ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം. യുനെസ്കോ ലോകത്തിലെ തന്നെ കുറെ നഗരങ്ങൾക്ക് പദവി കിട്ടി. അങ്ങനെ ഇന്ത്യയിൽ 2 സ്ഥലങ്ങൾക്ക് മാത്രം പദവി കൊടുത്തിട്ടുള്ളൂ. അത് ഒന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ. അതുകൊണ്ട് നല്ലൊരു ക്വസ്റ്റ്യൻ. യുനെസ്കോ ലോക സാഹിത്യ നഗരം എന്ന പദവി കൊടുത്തത് നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയിൽ ഒരെണ്ണത്തിനും കൂടെ കൊടുത്തു. സംഗീത നഗരം എന്ന പദവി കൊടുത്തത് മധ്യപ്രദേശിലെ ഗ്വാളിയാറിനാണ്. മധ്യപ്രദേശിലെ ഗോളിയാറിനാണ്. അപ്പം സാഹിത്യ നഗരം ഏതാണ്? കോഴിക്കോടിനാണ് നമ്മൾ പറയേണ്ടത്. കോഴിക്കോടിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ വരുന്നത്. ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ വരുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് വനിതാ പോലീസ് സ്റ്റേഷൻ. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ജില്ലയും കോഴിക്കോടാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. മഴ കുറവുള്ളത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. തിരുവനന്തപുരം ജില്ലയിൽ മഴ കൂടുതലുള്ള സ്ഥലം ചോദിച്ചാൽ എറണാകുളം നേര്യമംഗലവും, മഴ കുറവുള്ള സ്ഥലം ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലെ ചിന്നാറുമാണ്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കൂടുതലുള്ള സ്ഥലം എറണാകുളം ജില്ലയിലെ നേര്യമംഗലവും മഴ കുറവുള്ള സ്ഥലം ഏതാണ്? ഇടുക്കി ജില്ലയിലെ ചിന്നാറുമാണ്. അപ്പം ചിന്നാർ എവിടെയാണ്? ചിന്നാർ ഇടുക്കി. ചിമ്മിനി വന്യജീവി സങ്കേത കേന്ദ്രം എവിടെയാ? ചിമ്മിനി തൃശ്ശൂര്. ചെന്തുരുണി കൊല്ലം ജില്ലയിലെ. ചുലനൂര് പാലക്കാട് ജില്ലയിൽ. അപ്പൊ ചിന്നാർ ഇടുക്കി, ചെന്തുരുണി കൊല്ലം, ചിമ്മിനി തൃശ്ശൂര്, ചുലനൂർ പക്ഷി സങ്കേത കേന്ദ്രം എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ചുലനൂർ മയിൽ വളർത്തൽ കേന്ദ്രമല്ലേ ഇവിടെ? ഇപ്പൊ ചുലനൂർ ആണ് കേരളത്തിന്റെ മയിൽ വളർത്തൽ കേന്ദ്രം. KK ഇന്ദുചൂടൻ, KK നീലകണ്ഠന്റെ പേരിൽ കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം സ്ഥിതി ചെയ്യുന്നതൊക്കെ എവിടെയെന്നൊക്കെ ചോദിച്ചാലും ചുലനൂർ. അപ്പൊ മധ്യപ്രദേശിലെ ഗോളിയാറിലാണ് സംഗീത നഗരം എന്ന പദവി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശ്. അതുപോലെ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? ഭോപ്പാലാണ്. മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപം കേട്ടിട്ടില്ലേ? 200 രൂപ നോട്ടിൽ കാണുന്നത്. അപ്പൊ 200 രൂപ നോട്ടിൽ കാണപ്പെടുന്ന സാഞ്ചി സ്തൂപം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. 100 രൂപ നോട്ടിൽ കാണപ്പെടുന്ന റാണി കി വാവ് എന്ന കുളം എവിടെയാ? അത് ഗുജറാത്തിലാ, സരസ്വതി നദിയിൽ അല്ലെ. റാണി കി വാവ് എന്ന കുളം ഗുജറാത്തില്. 200 രൂപയിൽ കാണപ്പെടുന്ന സാഞ്ചി സ്തൂപം മധ്യപ്രദേശിലാണ്. മറന്നുപോരുതേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ വരുന്നത്. കോഴിക്കോട് ജില്ലയിലാണ് മലബാർ വന്യജീവി സങ്കേത കേന്ദ്രം. തുഷാരഗിരി വെള്ളച്ചാട്ടം അല്ലെ. തുഷാരഗിരി വെള്ളച്ചാട്ടം ഒക്കെയുടെ കോഴിക്കോടിനെ കുറിച്ച് പറയാൻ ഒത്തിരി ഉണ്ട്. ഏതൊക്കെ പറയാണ്? കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം നയിച്ചതാരാ? കോഴിക്കോട് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. അതുപോലെ കോഴിക്കോടിലല്ലേ നമ്മുടെ കൊളാവി പാലം, കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കൊളാവി പാലം. അതുപോലെ തടി വ്യവസായ കേന്ദ്രമായ ഏതാണ്? കല്ലായി. ഉരു കേന്ദ്രമായ ബേപ്പൂര് അല്ലെ. ഓട് വ്യവസായ കേന്ദ്രമായ ഫറോക്ക്. അതുപോലെ വൃക്ഷങ്ങളുടെ തോട്ടം സ്ഥിതി ചെയ്യുന്നുണ്ട്. പെരുവണ്ണാമൂഴി എന്ന് പറയുന്ന സ്ഥലം വൃക്ഷങ്ങളുടെ തോട്ടം സ്ഥിതി ചെയ്യുന്നു. ഇതെല്ലാം കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ ഒത്തിരി സ്ഥലങ്ങൾ എടുത്തു പറയാനുണ്ട്. മാനാഞ്ചിറ മൈതാനം കൃത്രിമമായി നിർമ്മിച്ചത്, ഇതൊക്കെ ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ മലബാർ വന്യജീവി സങ്കേത കേന്ദ്രം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് മലബാർ വന്യജീവി സങ്കേത കേന്ദ്രം. എവിടെയെന്ന് ചോദിച്ചാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കിയ സർക്കാർ ആശുപത്രിക്കുള്ള ദേശീയ അവാർഡ് ഈ വർഷം ലഭിച്ചത് നമ്മുടെ കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിന് കിട്ടി കേട്ടോ. ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കിയ സർക്കാർ ആശുപത്രിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിനാണ് അല്ലെ. കോട്ടയത്തെ കുറിച്ച് എന്തൊക്കെ പറയാം? ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ വനിത കോട്ടയംകാരിയാണ് അല്ലെ, അരുന്ധതി റോയ് അല്ലെ. ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്, അരുന്ധതി റോയുടെ ആ കൃതിയുടെ പേരെന്തായിരുന്നത്? ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. ബുക്കർ സമ്മാനം നേടിയ ആദ്യത്തെ കൃതി ഏതാണ്? ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. 1997 ഐമനം കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് മീനച്ചിലാർ അല്ലെ, അതിൽ പ്രതിപാദിക്കുന്ന നദി ഏതാന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയൊക്കെ ഏതാ? മീനച്ചിലാർ. അത് ബുക്കർ സമ്മാനം കിട്ടി. പിന്നെ ഏതായിരുന്നു? കോട്ടയം. കുമരകം ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് കോട്ടയം ജില്ലയിലല്ലേ. കുമരകം ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാലും കോട്ടയം ജില്ലയിൽ. ആദ്യത്തെ പത്രം വന്നത് കോട്ടയം ജില്ലയിലല്ലേ? ആണ്. ആദ്യത്തെ പത്രമല്ല, ആദ്യത്തെ പ്രസ്. പത്രം വന്നത് കണ്ണൂർ ജില്ലയില. ആദ്യത്തെ പ്രസ് CMS കോളേജ് വന്നത് കോട്ടയം ജില്ലയില. മലയാള മനോരമ പത്രം വന്നത് കോട്ടയം ജില്ലയിലല്ലേ? ആണ്. മലയാള മനോരമ പത്രം 1888 കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് സ്ഥാപിക്കുന്നത്. 1888 കോട്ടയം ജില്ലയിലാണ് വരുന്നത്. മാതൃഭൂമി പത്രം എവിടെ നിന്നാണ് സ്ഥാപിക്കുന്നത്? മാതൃഭൂമി 1923 നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് അല്ലെ. KP കേശവമേനോൻ. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകനാരാണ്? KP കേശവമേനോനാണ്. 23 കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് സ്ഥാപിക്കുന്നത്. KP കേശവമേനോനാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ. തെറ്റിപ്പോണ്ട കേട്ടോ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോനാണ്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ളയാണ് കേട്ടോ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ളയാണ്. ഈ ബാരിസ്റ്റർ GP പിള്ളയെ മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഓർമ്മയുണ്ടോ? 1891 മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ബാരിസ്റ്റർ GP പിള്ള. പിന്നെ ഗാന്ധിജിയുടെ ആത്മകഥയെ പരാമർശിക്കുന്ന ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ള. അതുപോലെ നല്ലൊരു ചോദ്യമുണ്ട്. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ള. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്
ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ, തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ നേതാവ്, മലയാളി മെമ്മോറിയലിന് നേതൃത്വം നടത്തത്, ഇതൊക്കെ ബാരിസ്റ്റർ GP പിള്ളയാണ്. എന്നാൽ മലയാളി മെമ്മോറിയൽ 1891 അല്ലെ ഏത് രാജാവിനാ കൊടുത്തത്? ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും കൊടുത്തതും ശ്രീമൂലം തിരുനാൾ. 91 മലയാളി, 96 ഈഴവ മെമ്മോറിയൽ അല്ലെ 96 ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിലുള്ളത് അല്ലെ അതൊന്ന് ഓർത്ത്. അപ്പൊ കുമരകം ഏത് ജില്ലയിലാണ്? കുമരകം കോട്ടയം ജില്ലയിലാണ്. കോട്ടയത്തല്ലേ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം ആണ്. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയ, തൃശൂർ ജില്ലയിലെ പീച്ചി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയം. റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയമാണ് കേട്ടോ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയമാണ്, മറന്നുകൊണ്ട. ഓക്കെ. ഫോറസ്റ്റ് അക്കാദമി തിരുവനന്തപുരത്ത് അരിപ്പയിലാണ് ഫോറസ്റ്റ് അക്കാദമി വരുന്നത്. ഓർത്തു വെക്കണേ. വനദിനം എന്നാണ്. വനദിനം മാർച്ച് 21, വനദിനം മാർച്ച് 21, ജലദിനം മാർച്ച് 22, കാലാവസ്ഥാ ദിനം മാർച്ച് 23, ക്ഷയരോഗ നിവാരണ ദിനം മാർച്ച് 24. അടുപ്പിച്ച് 21, 22, 21, 24 അല്ലെ. മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ നിവാരണ ദിനം. മറന്നുപോലത്തെ കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിനാണ് കിട്ടിയത്. ഞാൻ 5ാമത്തെ ആയുള്ളല്ലേ ഒത്തിരി. KV സുധാകരൻ രചിച്ച ഒരു സമര നൂറ്റാണ്ട് എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെടുന്നു? ആരുടെ കൃതിയാണ്? ആരെ കുറിച്ച് എഴുതിയ ജീവചരിത്രമാണ് KV സുധാകരൻ രചിച്ച ഒരു സമര നൂറ്റാണ്ടും? ഗസ് ചെയ്യാം അല്ലെ. നൂറ്റാണ്ട് 100ാം ജന്മദിനം ആഘോഷിക്കുന്നത് നമ്മുടെ VS അച്യുതാനന്ദൻ അല്ലേ? ആണ്. VS അച്യുതാനന്ദന്റെ ആയിരുന്നു. ഓർത്തു വെച്ചിരിക്കണേ. VS അച്യുതാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ? സമരം തന്നെ ജീവിതം, സമരത്തിന് ഇടവേളകളില്ല, സമരത്തി ചൂളയിൽ അല്ലെ, സമരത്തിന് ഇടവേളകളില്ല, സമരം തന്നെ ജീവിതം, ഇതൊക്കെ VS അച്യുതാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് അല്ലെ. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പം ഒരു സമര നൂറ്റാണ്ട് VS അച്യുതാനന്ദന്റെ ആയിരുന്നു അല്ലെ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? ആദ്യ മുഖ്യമന്ത്രി EMS. എന്നാ കയറിയത്? 1957 ഏപ്രിൽ 5 അല്ലെ. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ കയറിയത് എന്നാണ്? ഏപ്രിൽ 5. എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? 11 മന്ത്രിമാരായിരുന്നു അല്ലെ. ആദ്യത്തെ ധനകാര്യ മന്ത്രി C അച്യുതമേനോൻ, ആദ്യ വിദ്യാഭ്യാസവും സഹകരണ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി, ആദ്യത്തെ ആരോഗ്യമന്ത്രി AR മേനോൻ, ആദ്യത്തെ വ്യവസായ മന്ത്രി KP ഗോപാലൻ, ആദ്യത്തെ റവന്യൂ എക്സൈസ് മന്ത്രി ആരായിരുന്നു? റവന്യൂ എക്സൈസ് മന്ത്രി ആയിരുന്നു ചോദിച്ചാൽ KR ഗൗരിയമ്മ, ആദ്യത്തെ പൊതുമരാമത്ത് TA മജീദ്, തദ്ദേശ സ്വയംഭരണം CK ചാത്തൻ മാസ്റ്റർ, അതുപോലെ ജോർജ് ഭക്ഷ്യമന്ത്രി, TV തോമസ് ഗതാഗത മന്ത്രി അല്ലെ, VR കൃഷ്ണയ്യർ നിയമവും വൈദ്യുതി മന്ത്രിയും. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ ഒന്നും കൂടെ പറയട്ടെ. കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി C അച്യുതമേനോൻ, ആദ്യ വിദ്യാഭ്യാസവും സഹകരണവും ജോസഫ് മുണ്ടശ്ശേരി, ആദ്യത്തെ നിയമമന്ത്രിയും വൈദ്യുത മന്ത്രിയും VR കൃഷ്ണയ്യർ, പൊതുമരാമത്ത് TA മജീദ്, തദ്ദേശ സ്വയംഭരണം ചാത്തൻ മാസ്റ്റർ, റവന്യൂ എക്സൈസും KR ഗൗരിയമ്മ, ഗതാഗത മന്ത്രി TV തോമസ്, അതുപോലെ ഭക്ഷ്യമന്ത്രി KC ജോർജ്, വ്യവസായ മന്ത്രി KP ഗോപാലൻ. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. പരീക്ഷയ്ക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാം. കേരളത്തിലെ 1ാം മന്ത്രിസഭ താഴെ വീണത് വിമോചന സമരമാണ്. വിമോചന സമരത്തിന്റെ നേതാവ് മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തിന്റെ നേതാവ് മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നു. മുതുകുളം പ്രസംഗം നടത്തി, വിവാദമായ പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തി 47 മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര് എന്റെ ജീവിത സ്മരണകൾ. എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര്. അതുപോലെ നല്ലൊരു ചോദ്യമാണ്, വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണ ജാഥ നയിച്ചതും മന്നത്ത് പത്മനാഭൻ. ഇദ്ദേഹമല്ലേ NSS സ്ഥാപിച്ചത്? 1914 ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ NSS സ്ഥാപിച്ചു. ആദ്യകാല നാമം എന്തായിരുന്നു NSSന്റെ? നായർ ഭൃത്യജന സംഘം അല്ലെ. ഇതിന്റെ മുഖപത്രം ഏതാണ്? സർവീസ് അല്ലെ. സർവീസ് ആണ് മുഖപത്രം. അടുത്തൊക്കെ സംസ്ഥാനത്തിന്റെ പരമോന്നത ബഹുമതിയായ കേരള ജ്യോതി പുരസ്കാരം ഈ വർഷം ലഭിച്ചത് T പത്മനാഭനാണ്. ആദ്യം ലഭിച്ചത് ആർക്കായിരുന്നു? ആദ്യം ലഭിച്ചത് നമ്മുടെ MT വാസുദേവൻ നായർക്ക്. ഈ വർഷം ലഭിച്ചത് T പത്മനാഭനാണ്. കേരള ജ്യോതി പുരസ്കാരം സംസ്ഥാനത്തിന്റെ പരമോന്നത ബഹുമതിയായിട്ട് കിട്ടിയത് അല്ലെ. ഇന്ത്യയുടെ അതേപോലെ ബഹുമതി ഏതാ? ഭാരതരത്നമാണ് അല്ലെ. കേരളത്തിന്റെ അതേ സ്ഥാനത്ത് വരുന്നത് കേരള ജ്യോതിയാണ് കേട്ടോ. ഭാരതരത്നം ഫലകം രൂപകൽപ്പന ചെയ്തത് നന്ദൻലാൽ ബോസ് ആണ്. നന്ദൻലാൽ ബോസിന്റെ 2-3 ചിത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞേടെ. വുമൺ കമ്മിറ്റഡ് സതി, ഗാന്ധാരി ഇൻ ബാൽക്കണി, ഗ്രാമീണ ചെണ്ടക്കാരൻ അല്ലെ.
ഗ്രാമീണ ചെണ്ടക്കാരൻ, വുമൺ കമ്മിറ്റഡ് സതി, അതുപോലെ ഗാന്ധാരി ഇൻ ബാൽക്കണി, ഇതൊക്കെ നമ്മുടെ നന്ദൻലാൽ ബോസിന്റെ ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത്, ഭാരതരത്ന ഫലകം രൂപകൽപ്പന ചെയ്തത്, ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ആരെ പേര് പറയണം? നന്ദൻലാൽ ബോസ്. ഗ്രാമീണ ജീവിതം അദ്ദേഹത്തിന്റെ ആണെങ്കിൽ ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെയാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ അമൃത ഷെർഗിലിന്റെയാണ് അല്ലെ, അമൃത ഷെർഗിലിന്റെയാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് വിളിക്കുന്നത്. കേരളത്തിന്റെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്ന ചിത്രകാരി ആരാ? കേരളത്തിന്റെ അമൃത ഷെർഗിൽ ടി.കെ. പത്മിനിയാണ് അല്ലെ, ടി.കെ. പത്മിനി. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞത്തിന്റെ പേര് മിഷൻ ഇന്ദ്രധനുഷ് 5.0 ആണ്. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വാക്സിനേഷൻ അല്ലെ. വാക്സിനേഷന്റെ പിതാവ് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. എഡ്വേർഡ് ജെന്നർ ആണ് വാക്സിനേഷന്റെ പിതാവ് അല്ലെ. പേപ്പട്ടി വിഷബാധ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? അത് ലൂയി പാസ്റ്റർ ആണ്. പേപ്പട്ടി വിഷബാധയുടെ ലൂയി പാസ്റ്റർ. ക്ലോണിങ്ങിന്റെ പിതാവ് ആരാണ്? ക്ലോണിങ്ങിന്റെ പിതാവ് ഇയാൻ വിൽമുട്ട് അല്ലെ. ക്ലോണിങ്ങിന്റെ പിതാവ് ആരാണ്? ഇയാൻ വിൽമുട്ട് ആണ് ക്ലോണിങ്ങിന്റെ പിതാവ്. ഹോമിയോപ്പതിയുടെ പിതാവ് ആരാ? ഹോമിയോപ്പതിയുടെ പിതാവ് സാമുവൽ ഹാനിമാൻ. ജർമ്മനിക്കാരനായ സാമുവൽ ഹാനിമാൻ ആണ് ഹോമിയോപ്പതിയുടെ പിതാവാരെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ പേപ്പട്ടി വിഷബാധയുമായി ബന്ധപ്പെട്ടത് ലൂയി പാസ്റ്റർ, വാക്സിനേഷൻ്റെത് എഡ്വേർഡ് ജെന്നർ. സംസ്ഥാനത്ത് ഇപ്പോഴത്തെ പോലീസ് മേധാവി ആരാണ്? ഇപ്പോഴത്തെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേർ സാഹിബ് ആണ് അല്ലെ. ഉമ്മൻചാണ്ടി അന്തരിച്ച ഡേറ്റ് എന്നാണ്? ഉമ്മൻചാണ്ടി അന്തരിച്ചത് 2023 ജൂലൈ 18. ജൂലൈ 14 നമ്മുടെ ചന്ദ്രയാൻ 3 പോയതാണ്. 4 ദിവസം കുറച്ചാൽ മതി അല്ലെ. ഉമ്മൻചാണ്ടി അന്തരിച്ച ഡേറ്റ് 2023 ജൂലൈ 18. തുറന്നിട്ട വാതിൽ അദ്ദേഹത്തിന്റെ ആത്മകഥാ ബുക്കാണ്. കാലം സാക്ഷി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഇപ്പം പുറത്തിറങ്ങിയ ഒരു ബുക്കായിരുന്നു. അതുപോലെ തുറന്നിട്ട വാതില്, നമ്മുടെ ചങ്ങലകൾ ഒരുങ്ങുന്നു, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികളാണ്. ഉമ്മൻചാണ്ടിയുടെ മരിച്ച ഡേറ്റ് തെറ്റണ്ട, ജൂലൈ 18. ജൂലൈ 14 നമ്മുടെ ചന്ദ്രയാൻ 3 പോയ ഡേറ്റ്. ജൂലൈ 14. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ പേര്, അതിന്റെ ആസ്ഥാനത്തിന് പുതിയ പേരിട്ടു. NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം എന്നാണ് കേട്ടോ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്തല്ലായിരുന്നു അവിടെ, തിരുവനന്തപുരം നാളന്തയില്. ഇതിന്റെ പുതിയ ആസ്ഥാനത്തിന് NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം. ആരാ NV കൃഷ്ണവാര്യർ? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടർ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടർ NV കൃഷ്ണവാര്യർ ആണ്. ഓർത്തു വെച്ചിരിക്കണേ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കേരള സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ കണ്ടോ? ഇന്ദ്രൻസ് ആണ് കേട്ടോ. സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഇന്ദ്രൻസ്. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏതെന്ന് ചോദിച്ചാൽ എറണാകുളമാണ്. നീതി ആയോഗ് എന്നാ നീതി ആയോഗ് 2015 ജനുവരി 1 വരുന്നത്. അതിനു മുമ്പ് ആസൂത്രണ കമ്മീഷൻ എന്നാ വരുന്നത് 1950 മാർച്ച് 15 അല്ലെ. ആസൂത്രണ കമ്മീഷൻ വരുന്നത് മാർച്ച് 15 പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ നൽകുന്നത് ആസൂത്രണ കമ്മീഷൻ. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതി. തെറ്റിയത് എന്നാണ് ആസൂത്രണ കമ്മീഷൻ 50 മാർച്ച് 15 നീതി ആയോഗ് എന്ന 2015 ജനുവരി 1 നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ് കേട്ടോ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് ചക്കിട്ടപ്പാറ കോഴിക്കോടാണ് കേട്ടോ. ടൈഗർ സഫാരി പാർക്ക് ഇപ്പോഴാ വന്നത്, ചക്കിട്ടപ്പാറ കോഴിക്കോട് ജില്ലയിലാണ്. മറന്നുപോരുത്, ആദ്യത്തെ ടൈഗർ സഫാരി. ഈ കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയയാണ് പഗ് മാർക്ക്. മറന്നുപോരുത് കേട്ടോ, പഗ് മാർക്കാണ്. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയയാണ് പഗ് മാർക്ക് എന്ന് വിളിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ എക്കോ മാർക്ക് ഉണ്ട്. എക്കോ മാർക്ക് മികച്ച പരിസ്ഥിതി ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര എക്കോ മാർക്കാണ്. പരിസ്ഥിതി ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര. അഗ് മാർക്ക് കേട്ടിട്ടുണ്ട്? അഗ് മാർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അഗ് മാർക്ക്, അഗ്രികൾച്ചർ എന്ന് ഓർത്താൽ മതി. അഗ് മാർക്ക്. പരിസ്ഥിതി ഉൽപ്പന്നങ്ങൾക്ക് എക്കോ മാർക്ക്, ഇക്കോളജി എന്ന് ഓർത്താൽ മതി. എക്കോ മാർക്ക്. അതുപോലെ റെഗ് മാർക്ക് എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു നമുക്ക്. റെഗ് മാർക്ക് കേട്ടിട്ടുണ്ടോ? അതിപ്പോ പേര് മാറ്റി, ഗുഡ് വീവ് എന്നാക്കി. അതായത് കൈലാഷ് സത്യാർത്ഥി മാറ്റി. എന്തായിരുന്നെന്ന് അറിയാമോ? ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റെഗ് മാർക്ക്. അതിന്റെ പേര് മാറ്റിയിട്ട് ഇപ്പൊ ഗുഡ് വീവ് എന്നാക്കി കേട്ടോ. ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ പഗ് മാർക്ക് മറന്നു പോരുതേ. കടുവകളുടെ സെൻസസ് എടുക്കുന്ന പ്രക്രിയയാണ് പഗ് മാർക്ക്. എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത്? 10 വർഷം കൂടുമ്പോഴാണ് അല്ലെ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് വന്നത് 1951 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് എടുത്തത് ഏത് വർഷമാണ്? 1951 അല്ലാതെ ആദ്യ സെൻസസ് എടുത്തതാണ് തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് എടുത്തത് സ്വാതി തിരുനാളാണ്. അല്ലാതെ വൈസ്രോയി ചോദിച്ചാൽ മേയോ പ്രഭു. ആദ്യ സെൻസസ് എടുത്ത വൈസ്രോയി ആരാണ്? വൈസ്രോയി മേയോ
മേയോ പ്രഭുവും ആദ്യ ഔദ്യോഗിക സെൻസസ് 1881 നമ്മുടെ റിപ്പൺ പ്രഭുവാണ് ഔദ്യോഗിക സെൻസസ് എടുത്തത്. ഇന്ത്യയുടെ ജനകീയ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ് കേട്ടോ. കേരള സാഹിത്യ അക്കാദമി 2023 വിശിഷ്ട അംഗത്വം കൊടുത്തത് 2 പേർക്കുണ്ട്. ഡോക്ടർ MM ബഷീറിനും N പ്രഭാകരനും. പഠിച്ചു വെച്ചിരിക്കണേ, 2023 വിശിഷ്ട അംഗത്വം കൊടുത്തത് MM ബഷീറിനും N പ്രഭാകരനുമാണ് അല്ലെ. പിന്നെ നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഒന്ന് പഠിച്ചു വെച്ചേരുടെ. മികച്ച ചലച്ചിത്രം ആയിട്ട് നൻപകൽ നേരത്ത് മയക്കമാണ്, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെയാണ്. നടൻ മമ്മൂട്ടിയും നടി വിൻസി അലോഷ്യസും. നടൻ മമ്മൂട്ടിക്ക് നൻപകൽ നേരത്ത് മയക്കം തന്നെ, നടി വിൻസി അലോഷ്യസ് ചിത്രം രേഖ. ജനപ്രിയ ചിത്രം എന്നാ താൻ കേസുകൊട് എന്ന് പറയുന്നത് മികച്ച സംവിധായകനായിട്ട് മഹേഷ് നാരായണൻ അറിയിപ്പ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അപ്പൊ 53ാമതാണ്, ഇതും കൂടെ പഠിച്ചു വെക്കുക. 53ാമത് സംസ്ഥാന ചലച്ചിത്ര, 52ാമത് എന്ന് പറയുമ്പോൾ അത് വേറെ പഠിക്കണം. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അതിൽ നിന്ന് കയറി കറണ്ട് അഫേഴ്സിൽ ചോദിക്കാം. മലയാളത്തിലെ ആദ്യത്തെ സിനിമ വിഗതകുമാരനാണ്. 1928 പുറത്തിറങ്ങിയ വിഗതകുമാരനാണ് ആദ്യ സിനിമ, ആദ്യത്തെ നിശബ്ദ സിനിമ. പിന്നെ രണ്ടാമത് മാർത്താണ്ഡവർമ്മയും നിശബ്ദ സിനിമയായിട്ട് ഇറങ്ങി. അത് നിരോധിക്കുകയും ചെയ്തു. നിരോധിച്ച ആദ്യ സിനിമയും മാർത്താണ്ഡവർമ്മയാണ്. CV രാമൻ പിള്ളയാണ് മാർത്താണ്ഡവർമ്മ എഴുതിയത് കേട്ടോ. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? CV രാമൻ പിള്ള. അതുകൊണ്ട് ഒരു ചോദ്യമുണ്ട്, സിനിമയാക്കിയ ആദ്യ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ. അപ്പൊ മാർത്താണ്ഡവർമ്മ എഴുതിയത് ആരാ? CV രാമൻ പിള്ള കേട്ടോ. മാർത്താണ്ഡവർമ്മ, രാമരാജ ബഹദൂർ, ഇതൊക്കെ എഴുതിയത് CV രാമൻ പിള്ളയാണ്. ഓർത്തു വെച്ചിരിക്കുക. മലയാളത്തിൽ ആദ്യം ശബ്ദ സിനിമ 38 പുറത്തിറങ്ങിയ ബാലനാണ് കേട്ടോ. NS നൊട്ടോണി പുറത്തിറക്കിയതാണ് ബാലൻ. ദേശീയ അവാർഡ് കിട്ടിയ ആദ്യ സിനിമ 54 നീലക്കുയിൽ, വെള്ളി മെഡലാണ് കിട്ടിയത്. ദേശീയ അവാർഡ് കിട്ടിയ ആദ്യ മലയാള സിനിമ 54 നീലക്കുയിൽ, B ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് പുറത്തിറങ്ങിയതാണ്. സ്വർണ്ണ മെഡൽ ലഭിച്ച ആദ്യ മലയാള സിനിമ 65 നമ്മുടെ ചെമ്മീനാണ്. ചെമ്മീൻ, രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചെമ്മീന് സ്വർണ്ണ മെഡൽ ലഭിച്ചു. ദേശീയ 65 അല്ലെ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ ഒരേ ഒരു മലയാളി ആരാണ്? അത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്ന ഒരേ ഒരു മലയാളി ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. 1969 ദേവിക റാണി റൂറിച്ചിനാണ് ആദ്യമായിട്ട് ദാദാസാഹിബ് ഫാൽക്കെ കിട്ടുന്നത്. 69. 2004 നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണന് കിട്ടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസസ് പാർക്ക് വരുന്നത് തിരുവനന്തപുരത്ത് വരുന്നു. രാജ്യത്ത് തന്നെ ഡിജിറ്റൽ സയൻസ്, ലൈഫ് സയൻസസ് പാർക്ക് ഒക്കെ വന്നത് എവിടെയാ? തോന്നക്കൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, ലൈഫ് സയൻസസ് പാർക്ക്. അതുപോലെ രാജ്യത്ത് ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് വരുന്നത് തിരുവനന്തപുരം. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതലുള്ള വേതനം ഏത് സംസ്ഥാനത്തിന്റെയാണെന്ന്? ഹരിയാന 357 രൂപയാണ്. നമ്മുടെ കേരളത്തിന് 333 രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കേരളത്തിന്റെ വേതനം 333. ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഹരിയാനക്കാണ് 357. ഏറ്റവും കുറവ് മധ്യപ്രദേശിനും ഛത്തീസ്ഗഡിനുമാണ്. ഏറ്റവും കുറവ് ആർക്കെന്ന് വെച്ചാൽ. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ കണ്ടോ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി നേടിയത് ആര്? അതൊന്ന് ചോദിക്കാൻ പറ്റിയതാണ് LGS കറണ്ട് അഫേഴ്സിൽ. ഈ 2021 മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് കൊല്ലത്തെയും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായിട്ട് പെരുമ്പടപ്പ്, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി, മറന്നുപോരുത്, എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി. അപ്പം മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ്, ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി. മികച്ച നഗരസഭയായിട്ട് കിട്ടിയത് തിരൂരങ്ങാടിയും മികച്ച കോർപ്പറേഷൻ ആയിട്ട് കിട്ടിയത് തിരുവനന്തപുരവുമാണ് കേട്ടോ. 2023 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡല്ലേ സ്വരാജ് ട്രോഫി. ഈ അടുത്ത കാലത്ത് നിർമ്മൽ പുരസ്കാരം, ശുചിത്വത്തിന് കൊടുക്കുന്ന ദേശീയ അവാർഡാണ് മികച്ച നിർമ്മൽ പുരസ്കാരം കേട്ടോ. അത് ആദ്യമായിട്ട് ലഭിച്ചത് പോത്തുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. മികച്ച ശുചിത്വ പഞ്ചായത്ത്, അതുപോലെ നിർമ്മൽ, അത് മികച്ച ശുചിത്വ പഞ്ചായത്ത് കേട്ടോ പോത്തുങ്കൽ. ഇത് ഞാൻ പറഞ്ഞ നിർമ്മൽ പുരസ്കാരം കിട്ടിയത് കാസർഗോഡ് ജില്ലയിലെ പീലിക്കോടിനാണ് കേട്ടോ. ആദ്യത്തെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം കിട്ടിയത് എവിടെയാണ്? അതും ശുചിത്വത്തിന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. ഇത് എടുത്തു ചോദിച്ചു ഈ അടുത്ത കാലത്ത്. നിർമ്മൽ പുരസ്കാരം കിട്ടിയത് കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് പഞ്ചായത്തിനാണ്. ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത ഓക്കെ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം കൊടുത്ത മലയാളി C രാധാകൃഷ്ണനാണ് കേട്ടോ. C രാധാകൃഷ്ണന് കേന്ദ്ര സാഹിത്യ അക്കാദമി. കേരള സാഹിത്യത്തിന്റെ നമ്മൾ പഠിച്ചു, ബഷീറും പ്രഭാകരനെയും പഠിച്ചായിരുന്നു. ഇത് C രാധാകൃഷ്ണൻ. രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ വന്ന ഡേറ്റ് തെറ്റരുത്. കൊച്ചി വാട്ടർ മെട്രോ ആണ് രാജ്യത്ത് തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ. 2023 ഏപ്രിൽ 25 രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ. ഈ ഏപ്രിൽ 25 തന്നെ നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് പോയത്. കേരളത്തിൽ ആദ്യമായിട്ട് വന്ദേ ഭാരത് വന്നത് ഏത് വർഷമെന്ന് ചോദിച്ചാലും കേരളത്തിൽ
2023 ഏപ്രിൽ 25 തന്നെ. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോയും കൊച്ചി വാട്ടർ മെട്രോയും 2023 ഏപ്രിൽ 25 തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യകാ ശില്പം എന്ന ഗിന്നസ് റെക്കോർഡ് നമ്മുടെ കേരളത്തിലെ സാഗരകന്യക്കാണ്. തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് ചെല്ലുന്നവർക്ക് അറിയാൻ പറ്റും അല്ലെ, സാഗരകന്യ ഏറ്റവും വലിയ മത്സ്യകന്യകാ ശില്പം എന്നാണ് അറിയപ്പെടുന്നത്. ശില്പി കാനായി കുഞ്ഞിരാമനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ. മലമ്പുഴയിലെ യക്ഷി എന്ന് പറയുന്ന ശില്പവും കാനായി കുഞ്ഞിരാമനല്ലേ മലമ്പുഴയിലെ യക്ഷി എന്ന് പറയുന്നത്. കേരളത്തിന്റെ വൃന്ദാവനം മലമ്പുഴയാണ് കേട്ടോ. കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന ഏതാണ്? മലമ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട്. ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴയിൽ. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് ഏതാണ്? ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് ആദ്യത്തത്. വലുത് മലമ്പുഴ അണക്കെട്ടാണ് കേട്ടോ. ഭാരതപ്പുഴ നദിയിൽ പാലക്കാട് ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ, G20 ഉച്ചകോടിയുടെ വേദിയായിട്ടുള്ള G20 ഉച്ചകോടി ഉണ്ടല്ലോ, ഇതിന്റെ ഒരു സമ്മേളനമാണ് ഷെർപ്പ സമ്മേളനം. ഇതിന് വേദിയായ കേരളത്തിലെ സ്ഥലം കുമരകമാണ് കേട്ടോ. G20 ഉച്ചകോടിയുടെ സമ്മേളനം ഷെർപ്പ സമ്മേളനത്തിന് വേദിയും കേരളത്തിലെ ഒരു സ്ഥലം കുമരകത്ത് വന്നു. സൗരയൂഥത്തിൽ സൂര്യനെ ചുറ്റുന്ന ചിഹ്നഗ്രഹത്തിന് ഈ അടുത്ത കാലത്ത് ഒരു മലയാളിയുടെ പേര് കൊടുത്തു. ഏത് മലയാളിയുടെ പേരെന്ന്? ഡോക്ടർ അശ്വിൻ ശേഖർ പാലക്കാട് കേട്ടോ. അശ്വിൻ ശേഖറിന്റെ പേരാണ് ഈ അടുത്ത കാലത്ത് മലയാളിയുടെ പേര് കൊടുത്തത്, ചിഹ്നഗ്രഹത്തിന് പേര് കൊടുത്തത്. ഡോക്ടർ അശ്വിൻ ശേഖർ പാലക്കാട്. പാലക്കാട് ഒറ്റപ്പാലത്ത് ജനിച്ച പ്രശസ്ത വ്യക്തി ആരാണ്? പാലക്കാട് ഒറ്റപ്പാലത്ത് ജനിച്ചത് നമ്മുടെ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി VP മേനോൻ. നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിക്കാൻ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി ആരാ? VP മേനോൻ. പാലക്കാട് ഒറ്റപ്പാലമാണ്. പാലക്കാട് മങ്കരയിലാണ് നമ്മുടെ C ശങ്കരൻ നായർ ജനിച്ചത് അല്ലേ. C ശങ്കരൻ നായർ INC-യുടെ ഒരേ ഒരു മലയാളി പ്രസിഡന്റ് അല്ലേ ഇവിടെ. ഏത് വർഷമാ? 1897 C ശങ്കരൻ നായർ പ്രസിഡന്റ് ആയത്. അമരാവതി കോൺഗ്രസ് സമ്മേളനം. C ശങ്കരൻ നായർ. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദി അല്ലെ. അമരാവതി കാവേരി നദിയുടെ പോഷക നദി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി, പാതാള ഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ അതൊക്കെ കൃഷ്ണയാണ്. അപ്പൊ വൃദ്ധഗംഗ ഗോദാവരി, ദക്ഷിണ ഗംഗ കാവേരി, പാതാള ഗംഗ, അർദ്ധഗംഗ, തെലുങ്ക് ഗംഗ എന്നൊക്കെ അറിയപ്പെടുന്നത് നിങ്ങൾ വിളിക്കേണ്ടത് കൃഷ്ണ നദിയാണ്. മഹാരാഷ്ട്രയിലെ മഹാബലീശ്വറിൽ നിന്നാണ് കൃഷ്ണ ഉത്ഭവിക്കുന്നത്. ഭീമ, തുംഗഭദ്ര ഇതൊക്കെ കൃഷ്ണയുടെ പോഷക നദികളാണ്. കബനി, അമരാവതിയൊക്കെ നമ്മുടെ കാവേരി നദിയുടെ പോഷക നദിയാണ് കേട്ടോ. കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി, അമരാവതി. കർണാടകയിലെ കുടകിലെ തലക്കാവേരിയിൽ നിന്നാണ് കാവേരി വരുന്നത്. കർണാടകയിലെ കുടകിലെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കാവേരി നദിയാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ കുറച്ച് കാര്യങ്ങളെ ഉള്ളൂ. ഒത്തിരി സമയം എടുത്തു എന്ന് തോന്നുന്നു. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കുക. കുറച്ച് റിവിഷൻ ഞാനിങ്ങനെ റിവിഷൻ അല്ലേ, ഇനി റിവിഷൻ ആണ്, എഴുതിയെടുക്കാനൊന്നും നോക്കണ്ട. എപ്പോഴെങ്കിലും ഒക്കെ ഫ്രീ കിട്ടുന്ന സമയത്ത് മാക്സിമം കേട്ടോണ്ടിരിക്കുക. എപ്പോഴൊക്കെ പഠിച്ചു തീരുമല്ലോ. പഠിച്ചു തീരുമ്പോൾ ഇച്ചിരി ബോർ അടിക്കുന്ന സമയത്ത് ഇതൊന്ന് ഓൺ ആക്കി ഇട്ടിരിക്കുക. കുറെ ഇങ്ങനെ വായിച്ച് ഞാനിങ്ങനെ ഇപ്പൊ എന്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ ഇതുപോലെ ഇനി കുറച്ച് ദിവസവും കൂടെ ഞാൻ ക്ലാസ്സുമായിട്ട് വരാം. മാക്സിമം ഒരുവിധം നല്ല റാങ്ക് നേടണേ. റാങ്ക് ഒക്കെ കിട്ടുമ്പോൾ ഞങ്ങളെയൊക്കെ അറിയിക്കുക. നല്ല റാങ്ക് കിട്ടും. നല്ലവണ്ണം പഠിക്കുന്നവർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കിട്ടും. എന്റെ പ്രാർത്ഥനകൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഒത്തിരി സന്തോഷത്തോടെ ഇനി ഒരു റിവിഷൻ ക്ലാസ്സുമായിട്ട് വീണ്ടും ഞാൻ പാർട്ട് 3 ഉടൻ തന്നെ വരും. നിങ്ങളുടെ കുറെ മെസ്സേജ് കണ്ടത് കൊണ്ടാണ് ഞാൻ പാർട്ട് 2 ഉടനെ കൊണ്ടുവന്നത്. ഇന്ന് പറഞ്ഞത് കുറച്ച് കറണ്ട് അഫേഴ്സും കുറച്ച് റിവിഷനുമാണ്. അടുത്ത ക്ലാസ്സിലും ഇതുപോലെ കുറച്ച് കറണ്ട് അഫേഴ്സും റിവിഷൻ ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.